പെൺകുട്ടികൾ എപ്പോഴും പയ്യന്റെ വീട് കണ്ടിരിക്കണം. അത് അറേഞ്ച്ഡ് മാരേജ് ആണേലും ഇനി ലൈൻ അടിച്ച് കല്യാണം കഴിച്ചതാണേലും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കേണ്ട ആ വീടും പരിസരവും നമ്മൾ കണ്ടിരിക്കണം. നമുക്കും ഇഷ്ടാവണം. നമുക്കും ഇഷ്ടമാകണം. അല്ലാതെ വീട്ടുകാർ പറയുന്ന കേട്ട് പണ്ടത്തെ ഒരു രീതിയിൽ ഒരിക്കലും കല്യാണം കഴിക്കരുത്. നിശ്ചയത്തിനെങ്കിലും നമ്മൾ പോകുമല്ലോ, അതിന് മുമ്പ് അപ്പൊ വേണമെങ്കിലും ക്ലോസ് ചെയ്യല്ലോ, നമുക്ക് വേണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാമല്ലോ. നമ്മൾ അവിടെ ജീവിക്കേണ്ടവരാ. നമ്മൾ ആ സാഹചര്യം ഒന്ന് കണ്ടിരിക്കുമ്പോൾ നമ്മളുമായിട്ട് അവർ പൊരുത്തപ്പെടുവാന്ന് അവിടെ ജീവിക്കേണ്ടത് നമ്മളാ. അല്ലാതെ നമ്മുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ആൾക്കാരും സുഹൃത്തുക്കളും ഒന്നുമല്ല. അവര് പറഞ്ഞു കേട്ട് നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് പൊരുത്തപ്പെടാതെ വരുന്നത് പിന്നെ നമ്മൾ ചിലപ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ചെറുക്കൻ്റെ വീട്. ഇപ്പം എൻ്റെ വീടിനടുത്താണെങ്കിലും ഒരു കല്യാണം ഉറച്ച് വന്നിട്ട് അവർ വീട് കാണാൻ വന്നൊരു വീട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെല്ലാം വീട്ടുകാർക്ക് വീട് ഇഷ്ടപ്പെട്ടില്ല, വണ്ടി ഇതില്ല, വണ്ടി കയറാൻ സൗകര്യമില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യം പറഞ്ഞ് കല്യാണം മുടങ്ങിപ്പോയി. എൻ്റെ പുള്ളി വേറെ കല്യാണം കഴിച്ചു, അത് വേറെ രീതി. പിന്നെ പലരും വീട് ബന്ധുവിൻ്റെ ഒരു പയ്യൻ്റെ ഒരു കല്യാണത്തിന് വീട് പെണ്ണ് വീട്ടിൽ പോയി കണ്ടു, ചെറുക്കൻ വീട്ടിലേക്ക് ഇതിലായിട്ടും വന്നില്ല. എന്താണെന്ന് അറിയില്ല, അത് വീടിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. എന്നാൽ ഈ പറയുന്നതിലും കാര്യമുണ്ട്. അതിനകത്ത് തീർച്ചയായിട്ടും വീട് കണ്ടിരിക്കണം. പിന്നെ ഒരു വീട് കൊണ്ട് മാത്രമാണോ ദാമ്പത്യ പ്രശ്നം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അത് വേറൊരു കാര്യം. മനപ്പൊരുത്താണ് എല്ലാത്തിലും. ഏത് സാഹചര്യങ്ങളിലും മനപ്പൊരുത്തത്തോടെ ഒരുമിച്ചോടെ നിന്നാലാണ് ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. അല്ല വീടിൻ്റെ പ്രശ്നമല്ല എന്ന് വെച്ചാൽ വീട് അടിച്ചുറപ്പില്ലാത്ത വീട്, അല്ലാതെ വൃത്തിഹീനമായ വീട്, അതൊന്നും അത് ദാമ്പത്യ ബന്ധം കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ല, അല്ല കല്യാണം കഴിച്ചതിന് ശേഷം അല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പും നമുക്കായെങ്കിൽ ഒരു വീടൊക്കെ നന്നാക്കണം രീതിയിലൊക്കെ ചിന്തിക്കണം. കല്യാണം വന്നതിന് ശേഷം അല്ല വീടിനെ പറ്റി. കല്യാണം മുമ്പ് ഒരു വീടൊക്കെ പണിത് സെറ്റപ്പായി ഉറപ്പും നല്ല സുരക്ഷയും ഉറപ്പും വരുത്തിയിട്ട് വേണം വിവാഹം കഴിക്കാൻ. അതിനോട് യോജിപ്പുണ്ട്. പിന്നെ എപ്പോഴും ഭർത്ത വീട് എന്ന് പറയുന്നത് മൈത്രേയൻ്റെ ഏതൊരു വീഡിയോയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈത്രേയൻ പറഞ്ഞ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിർത്തരുന്നു. അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം പോലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിർത്തണ്ട. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും വേറൊരു വീട്ടിലേക്ക് പോയാൽ മതി. വേറെ വീട്ടിലേക്ക് വീടെടുത്ത് പണിയോ വീട് താമസം മാറുകയോ ചെയ്താൽ നല്ല കാര്യമായിരിക്കും. മെയിനായിട്ട് വീട് കണ്ടിരിക്കണം എന്ന് വെച്ചാൽ വീട് കണ്ടിരിക്കണം എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ വീട് പണിതുകൊണ്ടോ വീട് നല്ലതായും കൊണ്ടോ ദാമ്പത്യബന്ധം സുഖകരമായിരിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് മനപ്പൊരുത്തം വേണം എല്ലാത്തിലും. പക്ഷേ വീട് പണിയണേ അത്യാവശ്യമാണ്.